വർത്തമാന പുസ്തകം മാർത്തോമാ ക്രിസ്ത്യാനികളുടെ ഒരു കാലഘട്ടത്തിലെ ചരിത്രം മുഴുവൻ കാണിക്കുന്ന പുസ്തകമാണ്. വർത്തമാന പുസ്തകത്തിന്റെ രചനയ്ക്ക് കാരണമായ ചരിത്ര പശ്ചാത്തലം നാം കണ്ടു. ലിസ്ബണിലായിരിക്കുമ്പോൾ അവർ കടന്നുപോയ അനുഭവങ്ങളും നാം കണ്ടു. ഈ യാത്രയുടെ മുഖ്യ ലക്ഷ്യമായ റോമായിൽ അവർ എത്തിയപ്പോൾ കരിയാറ്റി മൽപ്പാനും തോമാ കത്തനാരും നേരിടേണ്ടി വന്ന സാഹചര്യങ്ങൾ ഇനി നാം അറിയേണ്ടിയിരിക്കുന്നു. കരിയാറ്റി യൂസഫ് മൽപ്പാനും സംഘവും റോമായി 1780 ജനുവരി 3-ാം തീയതി കരിയാറ്റി മൽപ്പാനും തോമാ കത്തനാരും 2 സെമിനാരിക്കാരും റോമാ നഗരത്തിന്റെ കവാടത്തിലെത്തി. ഏറ്റവും മഞ്ഞുള്ള കാലത്തായിരുന്നു അവരുടെ പ്രവേശനം. തണുപ്പിന്റെ കാഠിന്യത്താൽ കാലിന്റെ പാദങ്ങൾ നീരുവച്ചിരുന്നു. വിരലുകൾ പലതും വിണ്ടുകീറിയുമിരുന്നു. നഗരത്തിൽ പ്രവേശിക്കുന്നതിന് മുൻപ് വിദേശീയരുടെ കെട്ടുകളും ബാണ്ഡങ്ങളും പരിശോധിക്കണമായിരുന്നു. ഏറെ പ്രതീക്ഷയോടെയും തികഞ്ഞ ആവേശത്തോടും കൂടെ അവർ വൈദിക വിദ്യാർത്ഥികളെ ചേർക്കേണ്ടതിന് സെമിനാരിയുടെ മുൻപിലെത്തി. അവിടെ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴുള്ള ഓരോ അനുഭവങ്ങളും ഓരോ ഓർമ്മകളും കരിയാറ്റിയുടെ മനസ്സിലൂടെ കടന്നുപോയി. സെമിനാരിയിൽ കയറി സാധനങ്ങളെല്ലാം വയ്ക്കുന്നതിന് മുകളിൽ കയറാൻ ഭാവിച്ചപ്പോൾ മോൺസിഞ്ഞോറിന്റെ അനുവാദം കൂടാതെ പ്രവേശനം സാധ്യമല്ലെന്ന് വാതിൽ കാവൽക്കാരൻ പറഞ്ഞു. തികഞ്ഞ പ്രത്യാശയോടെ അവർ 4 പേരും മോൺസിഞ്ഞോർ ബോർജിയായുടെ അടുക്കലേക്ക് പോയി. ഒപ്പം ചിന്ന പട്ടണത്തിൽ വെച്ച് ഒരു കർമ്മലീത്താക്കാരൻ പാതിരി മോൺസിഞ്ഞോറിന് കൊടുക്കാൻ അവരുടെ കയ്യിൽ കൊടുത്തയച്ച അവർക്കെതിരായുള്ള കത്തും. മൽപ്പാനും സംഘവും മോൺസിഞ്ഞോർ ബോർജിയായിൽ നിന്നുണ്ടായ അനുഭവങ്ങൾ. മോൺസിഞ്ഞോറിനെ കണ്ട് സുഖവിവരങ്ങൾ അന്വേഷിച്ചതിന് ശേഷം മൽപ്പാൻ തോമാ കത്തനാരുടെ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു: കാര്യങ്ങളൊക്കെയും കുഴപ്പത്തിലാക്കുന്നത് ഇയാളാണ്. തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന കത്ത് കൊടുത്തുകൊണ്ട് മൽപ്പാൻ അദ്ദേഹത്തോട് പറഞ്ഞു: ഈ കത്ത് ഞങ്ങൾക്കെതിരായിട്ടുള്ളതാണ് എന്നറിഞ്ഞിട്ടും ഞങ്ങൾ കൊണ്ടുവന്നത് ഞങ്ങളുടെ സത്യസന്ധതയും വിശ്വസ്തതയും കാണിക്കാനാണ്. കത്ത് വായിച്ച ശേഷം മോൺസിഞ്ഞോർ ഇപ്രകാരം മറുപടി പറഞ്ഞു: വിദ്യാർത്ഥികളെ മാത്രമേ ഇവിടെ സ്വീകരിക്കാൻ കൽപ്പനയുള്ളൂ. നിങ്ങളുടെ കാര്യം തീരുമാനിക്കേണ്ടതിന് കർദിനാളിനെ ചെന്ന് കാണുക. പ്രൊപ്പഗാന്തയുടെ അധ്യക്ഷനായ കർദിനാൾ കസ്തല്ലിയുടെ അടുക്കൽ ചെന്നപ്പോഴുണ്ടായ അനുഭവങ്ങൾ. പ്രതീക്ഷയോടെ മോൺസിഞ്ഞോറിനെ സമീപിച്ച 4 പേരും ഇപ്പോൾ വലിയ ഭാരത്തോടെയാണ് കർദിനാളിന്റെ അടുക്കലേക്ക് ചെല്ലുന്നത്. കർദിനാളിന്റെ അടുക്കൽ ചെന്നപ്പോൾ ഹൃദയഭേദകങ്ങളായ കാര്യങ്ങളാണ് അദ്ദേഹത്തിൽ നിന്നും അവർ കേട്ടത്. ഇത്രയേറെ ക്ലേശങ്ങൾ സഹിച്ച് ബഹുദൂരം താണ്ടി ഇവിടെ എത്തിയ പ്രൊപ്പഗാന്തയുടെ സ്വന്തം മകനായ മൽപ്പാനെ ഒരു ദാക്ഷിണ്യവുമില്ലാതെ കഠിനമായി കുറ്റപ്പെടുത്തി ശകാരിക്കുകയാണ് ഉണ്ടായത്. ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാകുന്ന ഒന്നുണ്ട്: കർദിനാളിന്റെ മേൽ ശത്രുക്കൾക്ക് എത്രമാത്രം സ്വാധീനമുണ്ടെന്ന്. കർദിനാൾ പ്രായമേറിയ ആളായതിനാൽ സത്യവും നീതിയും അന്വേഷിക്കാതെ ലോകം തരുന്ന ആദരവിൽ മുഴുകിയിരുന്നു. കർദിനാളിന്റെ ശകാരം എന്തിനെയെല്ലാം കുറിച്ചായിരുന്നു? കർദിനാളിന്റെ ശകാര വർഷം വർത്തമാന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്: 1. മലയാളത്തിലെ അറിവില്ലാത്ത നസ്രാണികളുടെ ഇടയിൽ കലക്കമുണ്ടാക്കാനാണോ താൻ ശ്രമിക്കുന്നത്? 2. രാജാധികാരത്തോട് ചേർന്ന് പ്രൊപ്പഗാണ്ട അധികാരത്തെ നശിപ്പിക്കാൻ താൻ ശ്രമിക്കുകയാണോ? 3. ആര് പറഞ്ഞിട്ടാണ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ താൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? 4. മലങ്കര മെത്രാന് സത്യവിശ്വാസം സ്വീകരിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങളുണ്ടാക്കിയ വെറുമൊരു കെട്ടുകഥയാണ്. ഒടുവിൽ അദ്ദേഹം ഇങ്ങനെ കൂട്ടിച്ചേർത്തു: തന്നെ ഞാൻ ഇവിടെ നിന്ന് പട്ടിയെ പോലെ ഇറക്കി വിടും. പ്രൊപ്പഗാന്തയെ അനുസരിക്കാത്തവർക്കും വിളിക്കാതെ വലിഞ്ഞു കയറി വന്നവർക്കും പ്രൊപ്പഗാന്തയിൽ ഇടമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തേക്ക് പോയിക്കൊള്ളുക എന്ന് പറഞ്ഞ് അന്നു രാത്രി തന്നെ അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു. മൽപ്പാനും തോമാ കത്തനാരും പ്രൊപ്പഗാന്തയിൽ നിന്ന് ഇറങ്ങുന്നു. നിറഞ്ഞ ദുഃഖത്തോടും സാധനങ്ങളെല്ലാം എടുത്ത് മൽപ്പാനും തോമാ കത്തനാരും പ്രൊപ്പഗാന്തയുടെ പുറത്തിറങ്ങിയ ശേഷമുള്ള കാര്യങ്ങൾ തോമാ കത്തനാർ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: കോച്ചി വലിക്കുന്ന തണുപ്പിൽ പുറത്തിറങ്ങിയ ശേഷം മൽപ്പാൻ വാവിട്ടു കരഞ്ഞു.
ആ കണ്ണീരിൽ മൽപ്പാൻ പറയാതെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. തന്റെ ചെറുപ്പകാലം തൊട്ട് പഠിച്ച മാതൃവിദ്യാലയം, വർഷങ്ങൾക്കു ശേഷം ആ മാതൃവിദ്യാലയത്തിലേക്ക് തിരിച്ചെത്തിയ മൽപ്പാൻ ആഗ്രഹിച്ചത് മറ്റുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നിറഞ്ഞ സ്നേഹത്തോടു കൂടിയ ഒരു സ്വീകരണമാണ്. അദ്ദേഹം തത്വശാസ്ത്രം, ദൈവശാസ്ത്രം, സഭാ നിയമങ്ങൾ എന്നിവയിൽ ഉന്നതമായ ഡോക്ടറേറ്റ് ബിരുദം കരസ്ഥമാക്കിയ വ്യക്തിയാണ്. അത്രയും ദീർഘകാലം അവിടെ പഠിച്ച ഒരു വിദ്യാർത്ഥിയുടെ സ്വഭാവ ഗുണങ്ങൾ എല്ലാവർക്കും നന്നായി അറിവുള്ളതാണ്. എന്നിട്ടും കയറി ചെല്ലുമ്പോഴുള്ള കർദിനാളിന്റെ ചോദ്യം മലങ്കരയെ കലക്കുവാനാണോ താൻ വന്നിരിക്കുന്നത് എന്നത്. തന്നെ മനസ്സിലാക്കിയവർ തന്നെ തള്ളിപ്പറഞ്ഞപ്പോൾ തമ്പുരാൻ അന്നനുഭവിച്ച വേദന കരിയാറ്റിയും അനുഭവിച്ചു എന്ന് മാത്രം. ഉള്ളിലൊതുക്കാനാവാത്ത സങ്കടം ഒരു നിലവിളിയായി പുറത്തു എന്ന് മാത്രം. പ്രൊപ്പഗാൻഡയിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷമുള്ള അനുഭവങ്ങൾ. ഉണ്ണീസോയെ കണ്ട് ആരാധിക്കാൻ പുറപ്പെട്ട പൂജരാജാക്കന്മാർക്ക് നക്ഷത്രം വഴികാട്ടി. ജെറുസലേം നഗരത്തിൽ എത്തിയ ഉടൻ അത് മാഞ്ഞു പോവുകയും ചെയ്തു. അതുപോലെ നമ്മുടെ വിശ്വാസത്തിന്റെ തലവനായ മാർപ്പാപ്പ ഇരിക്കുന്ന ശാസ്ത്രത്തിന്റെയും അറിവിന്റെയും കേന്ദ്രമായ റോമാ നഗരത്തിൽ ചെന്നപ്പോൾ മുമ്പിൽ കണ്ടുവന്ന സഹായങ്ങളൊക്കെയും മറഞ്ഞു. ഉടയതമ്പുരാൻ തന്റെ സഹായഹസ്തം പിൻവലിച്ചതുപോലെ തോന്നി. സ്തുതിക്കേണ്ടവർ ദുഷിക്കുകയും കൈക്കൊള്ളേണ്ടവർ ഉപേക്ഷിക്കുകയും ചെയ്യുന്നു. സഹായിക്കേണ്ടവർ സങ്കടപ്പെടുത്തുന്നു. രാത്രി അവർ എവിടെ പോകും? എവിടെ നേരം വെളുപ്പിക്കും? ദൈവത്തിന്റെ സഹായഹസ്തം പാതിരിയുടെ രൂപത്തിൽ. പരിചയമുള്ള ആരെയും അവർ അവിടെ കണ്ടില്ല. ഒരുപക്ഷെ ദൈവത്തിന്റെ പരിപാലന തങ്ങളുടെ കൂടെയുണ്ട് എന്ന് കാണിക്കുന്നതിനു വേണ്ടി ആയിരിക്കാം ഇങ്ങനെ സംഭവിച്ചത്. എന്തെന്നാൽ മൽപ്പാൻ റോമയിൽ പഠിക്കുന്ന കാലത്ത് പ്രീഫെക്റ്റ് ആയിരുന്ന ഫിലിപ്പോസ് പാതിരി അവർ അവിടെ എത്തി വിവരമറിഞ്ഞ് അവരെ കാണാൻ വന്നതായിരുന്നു. അവരുടെ ദയനീയ അവസ്ഥ കേട്ട് അദ്ദേഹം മൂകനായി ഇരുന്നു പോയി. നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് താമസിക്കുവാനുള്ള സൗകര്യം ഞാൻ ഒരുക്കിത്തരാമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്നാൽ മൽപ്പാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇവിടെ അന്യരാജ്യത്ത് നിന്ന് വരുന്നവർ താമസിക്കുന്ന സാന്ത അന്തോണി എന്ന ഭവനത്തിൽ ഞങ്ങളെ എത്തിച്ചാൽ മതി. അവിടെ താമസിക്കുന്ന മാനുവൽ ബ്രന്താം എന്ന പാതിരി ഇവരുടെ വരവ് കയത്തനാസ് പാതിരി വഴി നേരത്തെ അറിഞ്ഞിരുന്നു. കയത്തനാസ് പാതിരിയാണ് ഇവർക്ക് റോമായിലേക്ക് പോകുവാനുള്ള സൗകര്യമൊക്കെയും ലിസ്ബണിലായിരിക്കുമ്പോൾ ചെയ്തു കൊടുത്തത്. കർദിനാൾ അവരെ സ്വീകരിക്കുന്നു. അവിടെ എത്തി എല്ലാ ദിവസവും കർദിനാളിനെ കാണാൻ അവർ പോയിരുന്നു. എങ്കിലും മനസ്സ് മാറ്റാൻ കർദിനാൾ ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ ഒരു ദിവസം ഒരു ദൂതൻ വഴി മോൺസിഞ്ഞോർ അവരെ അറിയിച്ചു, കർദിനാൾ നിങ്ങളെ സ്വീകരിക്കാൻ മനസ്സായിരിക്കുന്നു, വേഗം വരൂ. ബ്രന്താം പാതിരിയെ ഇത് അറിയിക്കേണ്ടതില്ല. ഉണ്ടചോറിന് നന്ദിയുള്ളവരായ മാർത്തോമാ ക്രിസ്ത്യാനികൾക്ക് ബ്രന്താം പാതിരിയെ ഇത് അറിയിക്കേണ്ട എന്ന നിർദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലായി. അതിനാൽ അവർ ബ്രന്താം പാതിരിയെ വിവരം അറിയിക്കുകയും പ്രൊപ്പഗാൻഡയിലേക്ക് മടങ്ങുകയും ചെയ്തു. ഇങ്ങനെയൊരു മനംമാറ്റത്തിന് കാരണമുണ്ട്. ഈ മനംമാറ്റം സ്നേഹം കൊണ്ടായിരുന്നില്ല. അവരെ പ്രൊപ്പഗാൻഡയിൽ നിന്ന് പുറത്താക്കിയാലും സ്വീകരിക്കാൻ വേറെ ആളുകളുണ്ടെന്ന് മനസ്സിലായി. മാത്രമല്ല, ലിസ്ബണിൽ നിന്ന് കത്തെഴുതി അവരെ വരുത്തിയ ശേഷം പരാതി പോലും കേൾക്കാതെ അവരെ പുറത്താക്കിയെന്ന് പുറത്തുള്ളവർ അറിഞ്ഞാൽ അത് വലിയ നാണക്കേടാണ് താൻ. കൂടാതെ മറ്റൊരിടത്ത് അവർ താമസിക്കുമ്പോൾ അവരുടെ നീക്കങ്ങൾ അറിയാൻ സാധിക്കുകയുമില്ല. എന്നാൽ പ്രൊപ്പഗാൻഡയിലാകുമ്പോൾ ഓരോ നീക്കവും അപ്പാപ്പം അറിയുകയും വേണ്ട എതിർ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യാം. പ്രൊപ്പഗാൻഡയിൽ ചെന്നതിനു ശേഷം കർദിനാളിനെ കാണാൻ ചെല്ലുന്നു. പ്രൊപ്പഗാൻഡയിൽ എത്തിയതിനു ശേഷം കർദിനാളിനെ കണ്ട് നന്ദി പറയുന്നത് ഉചിതമായിരിക്കുമെന്ന് മോൺസിഞ്ഞോർ ബോർജിയ അവരോട് പറഞ്ഞു. അതിനാൽ അദ്ദേഹത്തെ കാണാൻ അവർ ചെന്നു. സ്നേഹത്തോടു കൂടിയ സ്വീകരണം അവർക്ക് നൽകിക്കൊണ്ട് കർദിനാൾ പറഞ്ഞു, വിദ്യാർത്ഥികളെ സെമിനാരിയിൽ ചേർത്തത് യോഗം അയച്ചത് കൊണ്ടല്ല, പിന്നെയോ മൽപ്പാൻ കൊണ്ടുവന്നത് കൊണ്ടാണ്. ഇങ്ങനെയെല്ലാം ആശ്വസിപ്പിച്ചെങ്കിലും മാർത്തോമാ മെത്രാന്റെ സത്യവിശ്വാസത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ തീരുമാനം ഒന്നും പറഞ്ഞതുമില്ല. പിന്നീട് പലപ്പോഴായി കർദിനാളിനെ ചെന്ന് കാണുകയും മാർത്തോമാ
മെത്രാന്റെ സത്യവിശ്വാസത്തെ കുറിച്ച് ബോധ്യപ്പെടുത്തുകയും വിദേശ പാതിരിമാരുടെ നാട്ടിലെ അടിഞ്ഞാട്ടം തുറന്നു കാട്ടുകയും ചെയ്തു. എന്നാൽ കർദിനാളിന്റെ മറുപടി ഇപ്രകാരമായിരുന്നു: നിങ്ങൾ പറയുന്നതൊന്നും വിശ്വസിക്കാവുന്നതല്ല. എന്തുകൊണ്ട് മാർത്തോമാ മെത്രാന്റെ വിശ്വാസ സത്യം വിശ്വസിക്കാൻ അവർ മടിച്ചു? അവർ സത്യങ്ങൾ വിശ്വസിക്കാത്തതിന്റെ കാരണം ഇതാണ്: മാർത്തോമാ മെത്രാൻ സഭയിലേക്ക് തിരിച്ചു വന്നാൽ സഭയിലെ പ്രശ്നങ്ങൾ തീരും. പിന്നെ മലങ്കരയുടെ കാര്യത്തിൽ വികാരി അപ്പസ്തോലിക്കായ്ക്ക് ഒരധികാരവും ഉണ്ടാവില്ല. മാർപ്പാപ്പയെ കാണാൻ അവർ തീരുമാനിക്കുന്നു. അതിനു വേണ്ട ഒരുക്കങ്ങളും. കാര്യങ്ങൾ ഇങ്ങനെ പോയാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയ അവർ മാർപ്പാപ്പയെ നേരിൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിനായി മാർത്തോമാ മെത്രാന്റെ കയ്യൊപ്പിട്ട സത്യവിശ്വാസവും അതിന്റെ ലത്തീൻ പരിഭാഷയും മലങ്കരയിലെ 72 പള്ളിക്കാരുടെ മറ്റ് ആവശ്യങ്ങളും അടങ്ങുന്ന കത്ത് എന്നിവ തുന്നിക്കെട്ടി ബൈൻഡ് ചെയ്ത് വർണ്ണക്കടലാസിൽ പൊതിഞ്ഞ് തയ്യാറാക്കി അവർ മാർപ്പാപ്പയെ കാണാൻ ഒരുങ്ങിയിരുന്നു. മൽപ്പാനും തോമാക്കത്തനാരും മാർപ്പാപ്പയെ കണ്ടപ്പോൾ പതിവ് പോലെ ഒരു ശനിയാഴ്ച ദിവസം മോൺസിഞ്ഞോർ മാർപ്പാപ്പയെ കാണാൻ ഒരുങ്ങി. തങ്ങൾക്ക് മാർപ്പാപ്പയെ കണ്ടിട്ട് ഒരു ആവശ്യമുണ്ട്, അതിനാൽ പോകുമ്പോൾ തങ്ങളെ കൊണ്ടുപോകണമെന്ന് മോൺസിഞ്ഞോറിനോട് അവർ പറഞ്ഞു. മോൺസിഞ്ഞോർ അവരെ കൂട്ടി പത്രോസിന്റെ പള്ളിയോട് ചേർന്നുള്ള മാർപ്പാപ്പയുടെ വസതിയിലെത്തി. 1/4 മണിക്കൂർ നേരത്തെ കാത്തിരിപ്പിന് ശേഷം അവർ മാർപ്പാപ്പയെ നേരിൽ കണ്ടു. മാർപ്പാപ്പയെ കാണുമ്പോൾ ചെയ്യാറുള്ളത് പോലെ ദുഃഖവെള്ളിയാഴ്ച ഈശോയുടെ കുരിശിന്റെ രൂപത്തിൽ മുട്ടുകുത്തി കുമ്പിടുന്നത് പോലെ 3 തവണ അവർ മുട്ടുകുത്തി ആചാരം ചെയ്തു. മാർപ്പാപ്പയുടെ പാദം മുത്തിയ ശേഷം മാർത്തോമാ മെത്രാന്റെ വിശ്വാസ സത്യവും മലങ്കരക്കാരുടെ കത്തും മാർപ്പാപ്പയെ ഏൽപ്പിച്ചു. അദ്ദേഹം ആദരവോടെ അവരോട് പെരുമാറി. ഇറങ്ങാൻ തുടങ്ങിയപ്പോൾ മൽപ്പാൻ അദ്ദേഹത്തോട് ഇങ്ങനെ പറഞ്ഞു: ഇനി ഞങ്ങളുടെ നന്മയെല്ലാം അങ്ങയുടെ പക്കലാണ്. നേരായിട്ടുള്ള മറുപടി ഇതിന് നൽകും എന്ന രീതിയിൽ മാർപ്പാപ്പ നെഞ്ചിൽ കൈവച്ച് പ്രത്യുത്തരിച്ചു. മാർപ്പാപ്പയെ കണ്ടതിനു ശേഷം ഉണ്ടായ സംഭവങ്ങൾ. മാർപ്പാപ്പയുടെ കയ്യിൽ തങ്ങളുടെ പള്ളിയുടെ നന്മയെല്ലാം കൊടുത്തതിന്റെ സന്തോഷത്തിൽ അവർ മുറിയിൽ നിന്ന് പുറത്തിറങ്ങി മോൺസിഞ്ഞോർ ബോർജിയായ്ക്കായി കാത്തിരുന്നു. മലങ്കരയുടെ പ്രത്യാശയെല്ലാം തല്ലിക്കെടുത്തിയതുപോലെ 1/4 മണിക്കൂർ നേരത്തിനു ശേഷം അവർ മാർപ്പാപ്പയ്ക്ക് കൊടുത്ത പുസ്തകവും മറ്റു കത്തുകളും കയ്യിൽ പൊക്കിപ്പിടിച്ചുകൊണ്ട് മോൺസിഞ്ഞോർ ഇറങ്ങി വന്നു. ആക്ഷേപസ്വരത്തിൽ അവരെ നോക്കി ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു: നിങ്ങൾ ഇത്രയും നേരം രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരുന്ന മലങ്കരയുടെ സമ്പത്തൊക്കെ ഇതല്ലേ? വർത്തമാന പുസ്തകത്തിൽ തോമാക്കത്തനാർ അടുത്ത വാക്യത്തിൽ ഇങ്ങനെ നൊമ്പരപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു: പ്രപകാതയിൽ ചെല്ലുന്നതുവരെ പുസ്തകവും കത്തുകളും പിടിക്കുന്നതിന് വേണ്ടി മാത്രമാണ് മോൺസിഞ്ഞോറിന്റെ കൂടെ ഞങ്ങൾ ചെന്നതെന്ന് ഞങ്ങൾക്ക് തോന്നിപ്പോയി. ഈ സംഭവങ്ങളെ കുറിച്ച് ഒരു വിലയിരുത്തൽ. ഈ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? പാവങ്ങളായതിനാൽ ഒരുപാട് കഷ്ടപ്പാടുകളും മനോവേദനകളും സഹിച്ച് പണമില്ലാത്തതിനാൽ തങ്ങളുടെ പള്ളിയിലെ മുണ്ടുമുറി സാധനങ്ങൾ പോലും വിറ്റ് യാത്രയ്ക്കുള്ള തുക സംഘടിപ്പിച്ചതും മാർപ്പാപ്പയെ നേരിൽ കണ്ട് മാർത്തോമാ മെത്രാന്റെ സത്യവിശ്വാസവും മറ്റു കത്തുകളും സമർപ്പിച്ചതും ഉടയതമ്പുരാന്റെ ഹിതമനുസരിച്ച് കാര്യങ്ങളൊക്കെ നീങ്ങട്ടെ എന്ന് കരുതിയാണ്. എന്നാൽ 1/4 മണിക്കൂർ നേരത്തെ തന്ത്രത്തിന്റെ ശക്തിയാൽ ഇതെല്ലാം നിഷ്ഫലമായി. അപേക്ഷകൾ വായിച്ചു നോക്കാതെയും പുസ്തകം തുറന്നു നോക്കുക പോലും ചെയ്യാതെയും മോൺസിഞ്ഞോറിന്റെ കയ്യിൽ കൊടുത്തുവിട്ട 6-ാം പിയൂസ് എന്നു പേരായ ആ മാർപ്പാപ്പ തമ്പുരാന്റെ സഭയെ എന്ത് ഉത്തരവാദിത്വത്തോടു കൂടിയാണ് ഭരിക്കുന്നതെന്നും ശത്രുക്കൾക്ക് അദ്ദേഹത്തിന്റെ മേൽ എത്രമാത്രം സ്വാധീനമുണ്ടെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇതിനുശേഷം റോമായിൽ അവർ മാർത്തോമാ മെത്രാന്റെ സത്യവിശ്വാസത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളും ലിസ്ബണിൽ നിന്ന് അവർക്കുണ്ടായ സഹായവും. ഈ സംഭവത്തിന് തൊട്ടടുത്ത ദിവസം ലിസ്ബണിലേക്ക് നടന്ന സംഭവത്തെ കുറിച്ച് വിശദീകരിച്ച ഒരു കത്ത് അവർ അയച്ചു. രാജ്ഞിയെ അറിയിക്കാതെ മലങ്കരയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തുകൂടാ എന്ന മറുപടി കത്തും റൂമിലേക്ക് കിട്ടി. ഒട്ടും സമയം കളയാതെ മറ്റു കർദിനാൾമാരെ അവർ സത്യാവസ്ഥ ബോധിപ്പിച്ചു. കാര്യം എല്ലാവർക്കും മനസ്സിലായെങ്കിലും ആരും വിശ്വസിക്കാൻ ഒരുക്കമായിരുന്നില്ല.
എങ്കിലും മൽപ്പാന്റെ കാലത്ത് മോൺസിഞ്ഞോർ ആയിരുന്ന മാറെ പോഷ്കിയെ പോലുള്ളവർ അത് വിശ്വസിച്ചു. കുറച്ചു നാളുകൾക്ക് ശേഷം കർദിനാൾ കസ്തല്ലെ മരിച്ചു. ആ സ്ഥാനത്ത് കർദിനാൾ അന്തോനെല്ലി വരികയും ചെയ്തു. പുതിയ കർദിനാൾ കാര്യങ്ങൾ ശരിയാക്കുമെന്ന് വിചാരിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വജനപക്ഷപാതവും ശത്രുതാ മനോഭാവവും കാര്യലാഭ ചിന്തയും. പുതിയ കർദിനാൾ വന്നതിന് ശേഷം മാർത്തോമാ മെത്രാന്റെ കാര്യത്തിലുണ്ടായ അവസാനത്തെ തീരുമാനം. മൽപ്പ അവിടെ കൊടുത്ത അപേക്ഷകൾ വ്യാജമാണെന്നും പൂർണ്ണമല്ലെന്നും പുതിയ കർദിനാൾ വരുത്തി തീർത്തു. മാർത്തോമാ മെത്രാന്റെ കാര്യത്തിൽ അവസാനത്തെ തീരുമാനം എന്ന നിലയിൽ കുറെ വിവരങ്ങൾ അറിയുന്നതിനായി ഒരു കത്ത് കൊച്ചി മെത്രാന് അയച്ചു. അതിൽ അന്വേഷിച്ചറിയാൻ ആവശ്യപ്പെട്ട വിവരങ്ങൾ ഇവയാണ്: മാർത്തോമാ മെത്രാന്റെ സത്യവിശ്വാസം നേരുള്ളതാണോ? ഇവിടെ വന്നിരിക്കുന്ന 2 പട്ടക്കാര് മലങ്കര പള്ളിയോഗം അയച്ചതാണോ എന്ന് തുടങ്ങിയ ചോദ്യങ്ങളായിരുന്നു അവയിൽ അടങ്ങിയിരുന്നത്. പ്രപകാന്തയുടെ മകനായ തന്നെ എന്തുകൊണ്ട് ഇങ്ങനെ അവിശ്വസിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ കർദിനാൾ മൗനമായി ഇരുന്നതേ ഉള്ളൂ. മാർത്തോമാ മെത്രാന്റെ കാര്യം തീരുമാനത്തിലെത്തിയ സ്ഥിതിക്ക് മലങ്കര പള്ളിയുടെ നാമത്തിൽ അവർ കൊടുത്ത അപേക്ഷകളുടെ കാര്യം എന്തായി എന്ന് ചോദിച്ചപ്പോൾ കർദിനാൾ പറഞ്ഞു, ആ കാര്യങ്ങളൊക്കെ ഏറെ പ്രയാസമുള്ളതാണ്, ആയതിനാൽ നടപ്പാക്കാൻ സാധ്യമല്ല. മലങ്കരയുടെ കാര്യത്തിലെടുത്ത ഈ ഉറപ്പൻ തീരുമാനം ഏതൊരു യഥാർത്ഥ സഭാസ്നേഹിയുടെ ഹൃദയത്തിന് ഒരു ഭാരമാണ്. അവരെ സംബന്ധിച്ചും അത് അങ്ങനെ തന്നെ. ഇനി എന്താണ് അവർക്ക് അവിടെ ചെയ്യാനുള്ളത്? ചെയ്യാവുന്നതിന്റെ പരമാവധി അവർ ചെയ്തു. എങ്കിലും പ്രവർത്തിക്കൊത്ത പ്രതിഫലം അവർക്ക് കിട്ടിയില്ല എന്ന് മാത്രം. ലിസ്ബണിൽ നിന്ന് ഒരു തീരുമാനം വരുന്നത് വരെ റോമായിൽ കഴിയാമെന്ന് വെച്ചാൽ ഒരുപാട് കാലതാമസം വരുമെന്ന് അവർ മനസ്സിലാക്കി. ഉപസംഹാരം: കേരളത്തിലെ നമ്മുടെ സഭയുടെ ഐക്യത്തിനായി 2 സാധാരണ വൈദികർ ഇവിടെ നിന്ന് റോമായിലേക്ക് പോയത് അവർ അവിടെ നേരിട്ട ക്ലേശപൂർണമായ വഴികളിലൂടെയാണ് നാം ഇത്രയും നേരം സഞ്ചരിച്ചത്. 6-ാം പിയൂസ് മാർപ്പാപ്പ ദൗത്യ സംഘത്തിന്റെ അപേക്ഷകൾ ഒന്ന് തുറന്നു പോലും നോക്കാത്ത അവസ്ഥ നാം കണ്ടു. ഒരുപക്ഷെ വേണമെന്ന് വെച്ചായിരിക്കില്ല അദ്ദേഹം അത് ചെയ്തത്. ഉപദേശം ഓതിക്കൊടുത്തവരുടെ ഉള്ളിലിരുപ്പ് അറിയാതെ പോയത് കൊണ്ടായിരിക്കാം. എന്നിരുന്നാലും പ്രിയ സഹോദരങ്ങളെ, വർത്തമാന പുസ്തകം നമ്മെ പറഞ്ഞു പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയായിരുന്നില്ല മൽപ്പാനും തോമാ കത്തനാരും പള്ളിയുടെ മുണ്ടുമുറി സാധനങ്ങൾ വിറ്റ് റോമായിലേക്ക് പോയത്. പിന്നെയോ സഭയാവുന്ന അമ്മയുടെ ഐക്യത്തിന് വേണ്ടിയാണ്. ഇന്ന് സഭയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം സഭയുടെ താല്പര്യങ്ങളെ മറന്ന് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് പലരും മുൻഗണന കൊടുക്കുന്നത് കൊണ്ടാണ്. റോമായിലെ ക്ലേശങ്ങൾ കൊണ്ടൊന്നും അവർ ക്ഷീണിച്ചില്ല. എന്തെങ്കിലും വഴി തമ്പുരാൻ കാണിച്ചു തരുമെന്ന വിശ്വാസത്താൽ ലിസ്ബണിൽ തങ്ങൾക്ക് ശത്രുക്കൾ കൂടുന്നതിന് മുൻപ് റോമായിൽ തങ്ങളെ സഹായിച്ച എല്ലാവരെയും ചെന്ന് കണ്ട് യാത്ര പറഞ്ഞ് അവർ 1780 ജൂൺ 20-ാം തീയതി ലിസ്ബണിലേക്ക് തിരിച്ചു. നന്ദി.